കൃപാസന അമ്മയുടെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തിയതിൽ എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ അമ്മ എന്നെ ഇവിടെ ജീവനോടെ നിർത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് മെറീന ചെറിയ, ഞാൻ മുള്ളരിങ്ങാട് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ്. ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 10 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് 2018 ഒരു പനി വന്നിട്ട് എനിക്കെൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയി. അപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയപ്പം അവർ ബയോപ്സി ബോൺമാരോ എടുത്തിട്ട് എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അത് ITP ആണ്, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ജീവിതകാലം മൊത്തം അതിൻ്റെ മെഡിസിൻസ് നമ്മൾ കഴിക്കേണ്ടി വരും. അപ്പം അതിന് മരുന്നില്ലാത്തൊരു അസുഖമാണ്. അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനേ ഒന്നും പറ്റില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് മുന്നേ ഞാനൊരു 7 വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് റോമിപ്ലാസ്റ്റിനാണ് ഒരു ഇഞ്ചക്ഷനാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. 3000 ആ മെഡിസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് അഫോർഡ് ചെയ്യാനേ പറ്റാത്തൊരു എമൗണ്ടാണ്. ആഴ്ചയിൽ എടുക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് അത്രയ്ക്കും തീരെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഒരു ഇഞ്ചക്ഷൻ നമ്മുടെ നേവലിന് ചുറ്റാണ് ആ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. അത് ഇഞ്ചക്ഷൻ കയറുമ്പോഴാണെങ്കിൽ നല്ല പെയിനാണ്. അപ്പോൾ ഈ 2018 എനിക്ക് 1 ലക്ഷത്തിൻ്റെ ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു മെഡിസിനായിരുന്നു അത്. ഞാൻ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ 100 ഇരട്ടി എനിക്കത് പ്രയോജനപ്പെടുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ മെഡിസിൻ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് എഫക്റ്റ് കഴിയുമ്പോൾ തന്നെ എനിക്കത് ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എനിക്ക് അതുപോലെ തന്നെ കുറഞ്ഞു വരും. എനിക്കതിന് യാതൊരു ആ മെഡിസിൻ പൈസയും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ആ മെഡിസിൻ എനിക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്ത പോലെയായിരുന്നു. കാരണം എനിക്ക് 2018 പനി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോഡി ഫുള്ള് ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് ചതച്ച ഒരു പാടുകളും അതുപോലെയൊക്കെ ആയിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല, പഠിക്കാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ മമ്മിയോട് വന്നിട്ട് ഉടമ്പടി എടുത്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതുപോലെ ഈ പനി വരുമ്പോൾ തന്നെ എനിക്കിവിടെ കഴല പോലൊരു ഇത് വരും. അപ്പോൾ അത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനക്കാനോ ഒന്നും പറ്റില്ല. അപ്പം ഞാൻ അത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു അത് നമുക്ക് ഒന്ന് സർജറി ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കേണ്ടി വരും. അതെന്താ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നത് കൊള്ളൂലല്ലോ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വരുന്നതും കൂടെ കൊള്ളില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്ത് നോക്കാം, ബയോപ്സി ചെയ്യണം. അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തോരം വഴിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് പോയി പ്രാർത്ഥിക്കുകയാണ്, ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്കൊരു പത്രം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നോർമലി സാധാരണ ഞാൻ ഇങ്ങനെ ബൈബിൾ പോലും ഞാൻ വായിക്കാറില്ലാത്ത ഒരാളല്ല. ബൈബിളോ അല്ലെങ്കിൽ പള്ളിയിലോ ഒന്നും ഞാൻ പോകാറില്ല. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. പേരിന് പോകും അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ വലിയ കാര്യമായിട്ട് പള്ളിയിൽ പോവുമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ സാധാരണ ഒരു നോർമൽ ചടങ്ങ് പോലെ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ, അല്ലാതെ ജപമാലയും ചൊല്ലൂലായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ആ പത്രം അവിടെ കിടക്കണുണ്ട്. അപ്പോൾ എനിക്കതെന്തോ വായിക്കണം തോന്നി. ഞാനതെടുത്ത് 2-3 പേജ് ഞാനൊന്ന് മറിച്ച് നോക്കി. ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓക്കെ എന്നാൽ അവരവിടെ നിന്ന് പേര് വിളിച്ചു. ഞാനൊന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുക, എന്നാലേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ കഴുത്ത് തിരിക്കുന്നുണ്ട്. എനിക്ക് അന്നേരം ഞാനൊന്നും വിചാരിക്കുന്നില്ല, അതിൻ്റെ കാര്യം ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എൻ്റെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇവിടെ കുത്തിയെടുക്കാനോ ഒന്നും തന്നെ ഒരു സാധനം അവർ കാണുന്നില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി ഇങ്ങനെയാണ് ഡോക്ടർ പറയണേ, എൻ്റെ കഴുത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, അതിൻ്റെ അകത്താണെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഒന്നും കാണുന്നുമില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ മമ്മി എടുത്ത് പറഞ്ഞു, മമ്മി നമുക്ക് എന്നാൽ ഈ പള്ളി എവിടെയാണോ എന്ന് എനിക്കറിയത്തില്ല, എവിടെയാണെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം. അന്ന് എനിക്കങ്ങനെ വിശ്വാസമില്ല, എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുക ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ മമ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മമ്മി നമുക്ക് ഇവിടെ എവിടെയാണെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് സ്ഥലത്ത് പോവാം. പക്ഷേ എനിക്ക് അന്നേരം ഞാൻ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, കാരണം അത്രയ്ക്ക് എനിക്ക് സീരിയസ് ആണ്. സീരിയസ് എന്ന് പറയുമ്പം ഭയങ്കര സീരിയസ്, ബോഡി ഫുള്ള് വീക്ക്, ബ്ലഡിലൊരു നോർമലായിട്ട് ഒരു ചെറിയ കാര്യം പോലും ഇല്ല, അത്രയ്ക്ക് ഞാൻ വീക്കാണ്. അത്രയും വീക്കെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും എന്നെ കൊണ്ട് ആവത്തില്ല, അതുപോലെ ഭയങ്കര ക്ഷീണമാണ്. അപ്പം മമ്മിയാണ് അതുപോലെ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം മമ്മിയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. 2019 വന്ന് മമ്മി ഇവിടെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് സാധാരണ കുറയുമെന്ന് ഓർത്താണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ളതിനേക്കാളും ഭയങ്കരമായിട്ട് കൂടി എൻ്റെ അസുഖം. അതുപോലെ തന്നെ ലിവർ ഫെയിലിയറായി, ബ്രെയിനിൽ എൻ്റെ ബ്ലഡ് ക്ലോട്ടായി. അതുപോലെ എഴുന്നേറ്റ് അത്രയും നാളും പയ്യെങ്കിലും നടക്കുമായിരുന്നു, അതുപോലെ ഇപ്പം പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നടക്കാൻ പോലും പറ്റില്ല, ഛർദി, നടക്കത്തുമില്ല, എന്നാ സംസാരിക്കുകയില്ല, ഒന്നുമില്ല, ബ്രെയിനിൽ ക്ലോട്ടിങ് ഉണ്ടായി. അതുപോലെ അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു. അപ്പം അന്ന് ഡോക്ടർ സോഡിയം പൊട്ടാസ്യവും കാര്യങ്ങളും എൻ്റെ ബ്ലഡിൽ നോർമലായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. സോഡിയം പൊട്ടാസ്യം ക്ലോറിൻ എല്ലാം തന്നെ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഇന്ന് രാത്രിയും കൊണ്ട് ഞാൻ മരിച്ചു പോകും, ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. മമ്മി എടുത്ത് പറഞ്ഞാണ്, കുട്ടി ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം ഇവർ പറയുന്നുണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, ഇവിടെ നോക്കണ്ട, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന്. പക്ഷേ അവർ സമ്മതിക്കില്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ട, എങ്ങോട്ടേക്ക് മാറ്റിയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ, അതുകൊണ്ട് എങ്ങോട്ടേക്ക് മാറ്റിയിട്ട് കാര്യമില്ല. ആംബുലൻസ് പോലും വിട്ട് തരത്തില്ല, കാരണം ആംബുലൻസ് വിട്ട് തന്നാലും ആംബുലൻസ് വെച്ച് ഞാൻ മരിക്കുമെന്നാണ് പറയുന്നത് ഡോക്ടർ. അപ്പോൾ അത്രയ്ക്ക് എന്നെ വിധി എഴുതി കഴിഞ്ഞു, ഞാൻ മരിക്കും, ഇന്നത്തോടു കൂടി ഇന്ന് രാത്രി ഞാൻ മരിക്കും എന്നുള്ള ഒരു വിധിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം മമ്മി നേരത്തെ ഉടമ്പടി എടുത്ത് മമ്മി പ്രാർത്ഥിക്കാൻ ചെയ്യുന്നുണ്ട്, എന്നാലും എൻ്റെ തൈലം, ഇവിടുത്തെ ഉടമ്പടി തൈലം, അതുപോലെ ഉപ്പ്, തേന്, ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് മമ്മി എനിക്ക് കുടിക്കാൻ തരുമായിരുന്നു. ഞാൻ അന്നൊന്നും അത്രയും വിശ്വാസം അല്ലെങ്കിലും ഞാൻ മമ്മിയുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും, തൈലം തരുന്നത് ഞാൻ തൊടും, ഉപ്പും തേനും ഇട്ട് വെള്ളം കുടിക്കും, അതൊക്കെ ചെയ്യുമായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിക്ക് തോന്നുക മനസ്സിൽ, ഈ കുട്ടീനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, എങ്ങനെയാലും വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന്. അങ്ങനെ എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ആസ്റ്റർ മെഡിസിറ്റിലേക്ക് എന്നെ മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഡോക്ടർ വലിയ കാര്യമായിട്ടൊന്നും, ആംബുലൻസിലേക്കാണ് എന്നെ കൊണ്ടുപോയത് ആസ്റ്റർ മെഡിസിറ്റിലേക്ക്. കാരണം അത്രയ്ക്ക് തീരെ വീക്കായതുകൊണ്ട് എന്നെ ആംബുലൻസിലാണ് അവിടെ, അതായത് ഇപ്പോൾ ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ആസ്റ്റർ മെഡിസിറ്റിലേക്ക് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ആംബുലൻസിലാണ്. അപ്പം ഞാൻ ആംബുലൻസിൽ ഭയങ്കര വീക്കായിട്ട് കിടക്കുക, കൂടെ ഒരു ഡോക്ടറിനെ വിട്ടിട്ടുണ്ട് അവർ, കാരണം വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും കൂടെ ഒരു നേഴ്സിനെയും ഒരു ഡോക്ടറിനെയും എനിക്ക് വിട്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആംബുലൻസിൽ പോവുകയാണ്, കൂടെ മമ്മി ഉണ്ടായിരുന്നു. മമ്മിക്ക് എന്താണോ, മമ്മി ഉടമ്പടി എടുത്തുകൊണ്ടാണ് മമ്മിക്ക് ആ ഒരു ധൈര്യം മാതാവ് കൊടുത്തു, അതൊക്കെ സഹിക്കാനും ഉള്ള ഒരു കഴിവ് മമ്മി സാധാരണ അത്രയും ഭയങ്കര വീക്കുള്ള ആളാണ് മമ്മി, പക്ഷെ മമ്മിക്ക് അതിനുള്ള സഹിക്കാനുള്ളൊരു കരുത്ത് മമ്മിക്ക് കൊടുത്തു. അതുപോലെ ഞാൻ ഈ മരിക്കുന്ന ഡോക്ടർ പറയണതിൻ്റെ ഒരു ദിവസം മുന്നേ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ മമ്മിയുടെ അനിയത്തി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ എനിക്കൊന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി എനിക്ക് അവരൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു തന്നു, കാരണം ഞാൻ മരിക്കുവാണല്ലോ, എനിക്ക് തന്നെ അറിയാം ഞാൻ മരിക്കുക, ഇന്നത്തോടുകൂടി ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഫീലാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ അവരൊക്കെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ മറ്റേ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടറും വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും പറയണില്ല, അവർ പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറഞ്ഞത്. എന്നിട്ട് ഇതുപോലെ തന്നെ മമ്മി എന്നും രാവിലെ വൈകുന്നേരം മമ്മി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് തൈലവും ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും തേനും ഇട്ടിട്ട് എനിക്ക് തരും, ഞാനത് കുടിക്കും, പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ കുടിക്കും. അങ്ങനെ പയ്യെ ഞാൻ റിക്കവറായി, എന്ന് വെച്ചാൽ എൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ പയ്യെ റിക്കവറായി വന്നു. പ്ലേറ്റ്ലെറ്റ് അങ്ങനെയൊക്കെ കുറഞ്ഞും കൂടിയാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പം അന്നേരമാണ് എനിക്ക് അവിടുത്തെ ഡോക്ടർ റോമിപ്ലാസ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ എനിക്ക് തന്നത്. അത് എടുത്താലും വലിയ കാര്യമൊന്നുമില്ല, അത് ഈ പറഞ്ഞ പോലെ 2000 റുപ്പീസിൻ്റെ ഒരു ഇഞ്ചക്ഷനാണ്. അപ്പോൾ എടുത്തിട്ട് നമുക്കത് കുറച്ച് കൂടും, പിന്നെ അതിൻ്റെ ആ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ കുറഞ്ഞു വരും, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നല്ലോണം പ്രാർത്ഥിച്ച്, മാതാവ് ഇത്രയും രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തരണം, ഇതല്ലാതെ വേറെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ വേറെ മെഡിസിനോ കാര്യങ്ങളൊന്നുമില്ല, ആകെ പിടിച്ച് വെക്കാൻ പറ്റണ ഇത് മാത്രമേ ഉള്ളൂ, ഇതിന് വേറെ മരുന്നോ കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 1,00,000 വരെ ഒരു പ്ലേറ്റ്ലെറ്റ് തന്നു. പിന്നെ അങ്ങോട്ടേക്ക് താഴോട്ട് പയ്യെ പയ്യെ താഴണില്ല. സാധാരണ എനിക്ക് താഴെ പോകണമെന്നാണ്, പക്ഷേ എനിക്കിത് താഴെ പോവാതെ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പം അങ്ങനെ താഴെ പോകാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നമുക്കിത് താഴെ പോകണില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നോക്കാം, എങ്ങനെ മരുന്ന് ഇനി ഈ 1,00,000 താഴെ പോയി കഴിഞ്ഞാൽ മാത്രം ഇനി മെഡിസിൻ എടുത്താൽ മതി, റോംബിപ്ലാസ്റ്റിൻ എടുത്താൽ മതി, അപ്പം അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ തൈലവും അതുപോലെ തന്നെ മാതാവിൻ്റെ തൈലവും ഈ ഉടമ്പടി ഈ വസ്തുക്കൾ ഉപ്പ് തേന് ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് തന്നെ കുടിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഞാൻ കുടിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചെല്ലുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അന്നേരമാണെങ്കിൽ എനിക്ക് 1,00,000 താഴേക്ക് മാറാതെ അങ്ങനെ തന്നെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു വീണ്ടും ഒരു പനി വന്നപ്പോഴത്തേക്കും ഈ പ്ലേറ്റ്ലെറ്റ് ഈ 1,00,000 എന്നുള്ളത് വീണ്ടും 5,000 പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഡെപ്തായി. അപ്പം എൻ്റെ അടുത്ത് ഡോക്ടറും വീട്ടിലെ പപ്പയൊക്കെ ആണെങ്കിലും പപ്പയ്ക്ക് മരുന്ന് എന്തെങ്കിലും ആവട്ടെ, ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തോ, നീ ഇതാവണ്ട, ഇഞ്ചക്ഷൻ പെട്ടെന്ന് തന്നെ എടുത്തോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, 1,00,000 താഴെ പോയി നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് റോംബിപ്ലാസ്റ്റിൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറിനെ ഞാൻ റോംബിപ്ലാസ്റ്റിൻ നല്ല ഒരു മെഡിസിനെ ഞാൻ ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കില്ല, കാരണം ഇതെൻ്റെ അമ്മ മാറ്റി തന്നാണെങ്കിൽ ഇത് മാറ്റി തന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ഒരു മെഡിസിനും ഒരു കാര്യങ്ങളും ഞാൻ എടുക്കുന്നതല്ല, അതുകൊണ്ട് എനിക്കിനി മെഡിസിൻ വേണ്ട, ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒരു മെഡിസിനും ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ പപ്പയുടെ അടുത്ത് അതുപോലെ ഡോക്ടറിൻ്റെ അടുത്തും പറഞ്ഞു. മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം മമ്മിക്കറിയാം മാതാവ് എനിക്ക് ഉറപ്പായിട്ടും മാറ്റി തന്നിട്ടുണ്ടാവുമെന്ന്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും മെഡിസിൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഒരാഴ്ചത്തേക്ക് നിനക്ക് ടൈം വരാം, ഒരാഴ്ചത്തേക്ക് നിനക്ക് ഈ പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് നിനക്ക് കൂടിയില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും റോംബിപ്ലാസ്റ്റിൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും മമ്മി വീട്ടിൽ പോയിരുന്ന് മുട്ട് കുത്തിയിരുന്ന് മാതാവിൻ്റെ അടുത്ത് കൊന്തയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയാണെന്നറിയാൻ പാടില്ല, ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ നോക്കി, എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 2,50,000 പ്ലേറ്റ്ലെറ്റാണ് പെട്ടെന്ന് ഒരാഴ്ചയും കൊണ്ട് 2,00,000 പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് 5,000 ഉണ്ടായിരുന്നത് 2,00,000 പെട്ടെന്ന് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. മാതാവേ, എനിക്ക് ഇത്രയും പ്ലേറ്റ്ലെറ്റ് ഇനി ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത്രയും പെട്ടെന്ന് കൂടിയത് കൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, അത് മാതാവ് തന്നെ തന്നാണെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൽ നിന്ന് വീണ്ടും കുറഞ്ഞു വരണ ഒന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുക. എന്നിട്ട് പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് മര്യാദയ്ക്കൊന്ന് എഴുന്നേറ്റ് നടന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറ്റി, പിന്നെ എന്നെ മെഡിസിൻസൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. ഞാൻ ഈ സാക്ഷ്യം മമ്മി ഓൾറെഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ അനുഭവം എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു അസുഖത്തിൻ്റെ പേരിൽ കുറേ ആൾക്കാർ ഈ ITP എന്നുള്ള അസുഖം എന്താണെന്ന് അറിയാതെ കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, എന്താണെന്ന് അറിയാതെ. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വിഷമിച്ച് എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല, ഒന്നും മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്, മരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു അന്നേരം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് എനിക്ക് അതിനുള്ള ഉത്തരം തന്ന് എൻ്റെ പ്ലേറ്റ്ലെറ്റ് എനിക്ക് അത്രയും കൂട്ടിയും തന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് August 10, 2024 ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിവിടെ വന്നിട്ട് എനിക്ക് പനിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത്, ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഞാനിവിടുത്തെ അവിടെ തലയിറങ്ങി മാതാവിനെയും കൊണ്ട് വന്നപ്പം ഇവിടെ കൊണ്ടുപോയി തലയിറങ്ങി വീണു. സാധാരണ എനിക്ക് പനി വരുമ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ അങ്ങനെയുള്ളതാണ്, തലയിറങ്ങി വീഴലൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് തലയിറങ്ങി വീണു. പക്ഷേ സാധാരണ തലയിറങ്ങി വീഴുന്ന പറയുമ്പോൾ ഞാൻ 1/2 മണിക്കൂർ ബോധമില്ലാതെ കിടക്കും. പക്ഷേ ഈ പ്രാവശ്യം തലയിറങ്ങി മാതാവിൻ്റെ ഇവിടെ വന്നിട്ട് ഞാൻ തലയിറങ്ങി വീണിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഉടമ്പടി പത്രിക ഞാൻ ആദ്യം നോക്കിയത്, കാരണം പത്രികയും തൈലും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേറെ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കൊരു ചെറിയ പോറൽ പോലും പറ്റാതെ എൻ്റെ അമ്മ എന്നെ അവിടെ കാത്ത് സൂക്ഷിക്കുകയുണ്ടായത്. കാരണം എനിക്കൊരു സാധാരണ അത്രയും ടൈമെന്ന് പറയുമ്പം ഞാൻ ഭയങ്കര ലോ ആയിരിക്കുന്ന ഒരു ടൈമായിരിക്കും ഞാൻ തലയിറങ്ങി വീഴണേ. പക്ഷേ ആ സമയത്ത് ഞാൻ വീഴുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫിക്സ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വരണ്ടയാണ്, പക്ഷെ ഒന്നും എനിക്ക് വന്നില്ല. ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിച്ചു തിരിച്ചു വന്നു.
അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു വർഷം തോറും എനിക്ക് ഈ പറഞ്ഞ തലകറക്കോ പനിയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലയിറങ്ങി വീഴലോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതോടുകൂടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതോടുകൂടി ആ തലകറക്കം അങ്ങ് മാറി, അത് പൂർണ്ണമായിട്ട് മാറി. അതുപോലെ തന്നെ പ്ലേറ്റഡ് കൗണ്ട് ഈ ഉണ്ടായിരുന്ന ഈ 1,00,000 കൂടാതിരുന്ന എൻ്റെ പ്ലേറ്റഡ് കൗണ്ട് ഞാൻ ഉടമ്പടി എടുത്തതോടുകൂടി അത് 2-3 ഇടയ്ക്ക്, അതായത് 2,00,000-3,00,000 ഇടയ്ക്ക് എനിക്ക് പ്ലേറ്റഡ് കൗണ്ട് തന്ന അമ്മേനെ അനുഗ്രഹിച്ചു എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എനിക്ക് ജോലി, ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ജോലിയിൽ നിന്ന് മാത്രമല്ല, എനിക്ക് പഠിക്കാൻ പോലും പോകാൻ പറ്റുന്നില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ അവിടെ നിന്ന് ഞാൻ അത് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി പോകുന്നതാണ്. കാരണം ഈ അസുഖമുള്ളതുകൊണ്ട്, കാരണം എപ്പോഴും ഹോസ്പിറ്റലായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു, കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പോകണം, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, എന്തെങ്കിലും ഒരു കോഴ്സ് എന്നെ കൊണ്ടാവുന്ന പോലെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു കോഴ്സ് അമ്മ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ മനസ്സിൽ ആദ്യം കൊണ്ടു തന്നത് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അത് അമ്മ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ഒരു എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമ്മയുടെ തൊഴിലാണത്. ആ ഒരു തൊഴിൽ തന്നെ അമ്മ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അമ്മ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ഞാനിപ്പം നല്ലൊരു കമ്പനിയിൽ ഒരു ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഇതുപോലെ തന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് മാതാവിൻ്റെ അടുത്ത്, ഈശോയുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ സാക്ഷ്യം പറയാം. ഞാനിവിടെ ഇങ്ങനെ ജീവനോടെ നിൽക്കേണ്ടതല്ല, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവനോടെ നിൽക്കേണ്ടതല്ലായിരുന്നു. അപ്പോൾ ഒത്തിരി നന്ദി, സന്തോഷമുണ്ട്. അമ്മയുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം 3 കെട്ട് പത്രം ഇവിടെ നിന്ന് തരുന്നത് ഞാൻ വീട് തുറന്ന് ഞാൻ കൊടുക്കും. എന്നുവെച്ചാൽ വീടുകളിൽ പോയി സാധാരണ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവിടെയൊക്കെ ഇടും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവരുടെ വീടുകളിൽ പോയി തന്നെ കൊടുക്കാറാണ് പതിവ്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഫുഡ് വാങ്ങിച്ച് ഞാൻ കൊടുക്കും. പിന്നെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും ചോദിച്ചു വരുന്നവർക്ക് ഞാൻ പൈസയായിട്ടാണെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ബിഗ് സീറോ ആയിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ ബൈബിൾ വായിക്കും. അതുപോലെ തന്നെ കുമ്പസാരിക്കും, കുർബാന കൊള്ളും, അതുപോലെ കൊന്ത ചൊല്ലും. ഇതൊക്കെയാണ് ഞാൻ ആത്മീയമായിട്ട് എനിക്ക് ഭയങ്കര പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഭയങ്കര ബിഗ് സോറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിഗ് സോറയായിരുന്നു. ഞാൻ ഒട്ടും പ്രാർത്ഥിക്കുക, പള്ളി പോവുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു അസുഖത്തിലൂടെ അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി നന്ദിയുണ്ട് മാതാവിനെ, കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഗ്രേസ്. ഞാൻ 2019 ജൂൺ 1-ാം തീയതി ഇവള് പറഞ്ഞതുപോലെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി അങ്ങനെ പാലിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ ഒരു കാര്യം വിട്ടുപോയി. ഈ ബ്രെയിനിൽ ക്ലോട്ടുണ്ടായ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അതായത് ഒന്ന് ക്ലോട്ട് അലിയാൻ മരുന്ന് കഴിക്കണു, ഒന്ന് ബ്ലഡ് ക്ലോട്ട് ആവാൻ മരുന്ന് കഴിക്കണു. ഈ രണ്ടും കൂടി ബോഡി ബാലൻസ് ചെയ്യണം, എന്നാലേ ഈ മെഡിസിൻ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഭയങ്കര പീരീഡ്സിൻ്റെ ഡേറ്റ് ഒന്നും ആയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ്, നാക്കൊക്കെ പൊട്ടി, വായൊക്കെ പൊട്ടി. അതുപോലെ തന്നെ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക്, പക്ഷെ ഞാനും ആലോചിക്കാറുണ്ട് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം അവൾ തല ഇറങ്ങി വീണില്ല. കാരണം അതുപോലെ ഇട്ടിരുന്ന പാൻറ്റ് പോലും 4 പാട് വെച്ചിട്ട് പോലും ആ പാൻറ്റ് മുഴുവൻ നനഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബ്ലീഡിങ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി ആ മെഡിസിൻ നിർത്താം, ക്ലോട്ടിനുള്ള മെഡിസിൻ കഴിക്കണ്ട എന്ന് പറഞ്ഞു, ക്ലോട്ട് അലിയാനുള്ളത്. എന്നിട്ട് പിന്നെ പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള മെഡിസിൻ മാത്രമേ എടുത്തുള്ളൂ. അത് സ്റ്റിറോയിഡ് എടുത്തുകൊണ്ടിരുന്നത് അന്ന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതെടുത്തത്. അപ്പോൾ ഈ സമയത്ത് ഈ ക്ലോട്ട് അലിയാൻ ഇവൾക്ക് നടക്കാൻ പോലും ശരിക്കും പറ്റില്ല. ഞാൻ പിടിച്ചാൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് അവളുടെ ആഗ്രഹം ഞാൻ കൊണ്ടുവരുമ്പം ഞാൻ കൈ പിടിച്ചാൽ നടത്തിക്കൊണ്ടാണ് വന്നത്. സ്റ്റെപ്പ് കയറാനൊന്നും പറ്റില്ലായിരുന്നു. കൈ പിടിച്ച് പതുക്കെ കയറണം. അവൾക്ക് അവൾ ഉദ്ദേശിക്കുന്ന പോലെ കാല് പൊക്കാനൊന്നും അവൾക്ക് പറ്റില്ല. പൊക്കി സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ വീഴുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിലൂടെ അത് പൂർണ്ണമായിട്ട് മാറിയത് അതവൾ പറയാൻ മറന്നുപോയി. അങ്ങനെ ആ അസുഖം പൂർണ്ണമായിട്ട് മാറി. അത് പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല.
പിന്നെ ഞാൻ എൻ്റെ ഈ കുഞ്ഞിന് 3-3.5 വയസ്സുണ്ട്. ഇവളെ ഇടയ്ക്കിടയ്ക്ക് വിക്കിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഇവൾ വിക്കിയാണ് സംസാരിക്കാറ്. പക്ഷേ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് AC എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വാ കൂടില്ല. അതുപോലെ വിക്കലായിട്ട് കൊച്ചിന് സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം പോവില്ല, അതുപോലെ വാ പൊളിച്ചിരിക്കുക. ഭയങ്കര വിഷമം. എനിക്കത് ഫോണിലൂടെ ആണെങ്കിലും കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ എന്നിട്ട് മോളോട് ചോദിച്ചു, അപ്പോൾ ഇത് എന്നാടി ഇങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, മമ്മി അത് ഒരാഴ്ചയായിട്ട് ഇങ്ങനെയാണ്, അവൾ സംസാരിക്കാൻ വാ തുറന്നാൽ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജപമാല അങ്ങനെ ചെല്ലാറില്ലാത്ത ആളാണ്. പക്ഷെ അന്ന് ഞാൻ ഒത്തിരി മനോവേദനയോടുകൂടി ജപമാല കയ്യിലെടുത്തു. ഇവളുടെ നിയോഗം വെച്ചു ഞാൻ ചൊല്ലി, അമ്മ നാളെ രാവിലെ ഞാൻ കുഞ്ഞിനെ വിളിക്കും. അപ്പോൾ മോള് പറയണം, ഇന്ന് ഇവള് വിക്കി സംസാരിച്ചില്ല മമ്മി, ഇന്ന് ഇവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് വളരെ മനോവേദനയോടുകൂടി വിഷമത്തോടു കൂടി തന്നെ ഞാൻ ആ ജപമാല എത്തിച്ചു. രാവിലെ ഞാൻ ഒരു 11:30 ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു, പറഞ്ഞു, മമ്മി ഇന്ന് രാവിലെ മുതൽ അവൾ വിക്കി സംസാരിച്ചിട്ടേ ഇല്ല, നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവളുടെ വിക്കലോ ശ്വാസതടസ്സമോ വാ പൊളിച്ചിരിക്കുന്ന അവസ്ഥയോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ അതുമാത്രമല്ല, ഈ കുഞ്ഞിനെ ബസ്സിൽ കയറി വന്നാൽ ഭയങ്കര ഛർദിയാണ്, ഭയങ്കര പ്രശ്നമാണ്. ബസ് കാണുമ്പോൾ തൊട്ട് തുടങ്ങും ചീത്ത മണം വരുമോ മമ്മി, എനിക്ക് ബസ്സിൽ കയറാൻ പറ്റില്ല, നമുക്ക് ഓട്ടോയ്ക്ക് പോകാൻ, 2 വീലറിന് പോകാം, അല്ലാതെ വേറെ ഒരു വണ്ടിക്കും കയറില്ല. ബസ് കാണുമ്പോൾ പറയണ ബസ്സിലൊക്കെ എന്തൊക്കെയോ മണമാണ്, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. ഞാൻ ഇതിനെ 3-4 വയസ്സായപ്പോൾ ഇവൾ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു. അങ്ങോട്ട് പോയിപ്പോൾ ഛർദ്ദിയില്ല, ഇങ്ങോട്ട് പോകുന്നപ്പോൾ മൊത്തം ഛർദ്ദിയായിരുന്നു. ഛർദ്ദിക്കാൻ വരുമ്പോഴത്തേക്കും കുഞ്ഞല്ലേ ഭയങ്കരമായിട്ട് മുഖത്തിനൊക്കെ ഭയങ്കര വിഷമം, വേർത്ത് മുങ്ങി നാശമായി, നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അങ്ങനെ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോയി. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവന്നു. അന്നും ഇത് തന്നെ അവസ്ഥയായിരുന്നു, ഭയങ്കര ഛർദ്ദി. പിന്നെ ഇന്ന് ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് സാക്ഷ്യം പറഞ്ഞു കൊച്ചിൻ്റെ വിക്കൽ മാറ്റിയതിന്. അപ്പം മോളും പോരേന്ന് പറഞ്ഞു. അപ്പം കൊച്ചിനും അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ കൊച്ചു പറഞ്ഞു, ഞാൻ പോരണ്ട അമ്മയുടെ അടുത്തെന്ന് പറഞ്ഞു. ഛർദിയാണെന്നറിയാം. തലേദിവസം ഇവർ യാത്ര പോയപ്പോൾ ഛർദ്ദിച്ചു. കൊച്ചു എന്നിട്ട് പേടിയുണ്ട് ഛർദ്ദിക്കുമെന്ന്. എന്നിട്ട് ഒരു ഗുളികയൊക്കെ കൊടുത്താൽ കൊണ്ടുവന്നത്. പക്ഷേ ഗുളിക കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഗുളിക കൊടുത്താലും അവൾ ഛർദ്ദിക്കാൻ വരുവാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയും ബഹളം കൂട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നലെ ഇതുപോലെ വയറ്റിൽ വരുന്നവരെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഗുളിക കൊടുത്താൽ കൊണ്ടുവന്നത്, ഒരു ഗുളിക മൊത്തം കഴിച്ചതാണ് ഛർദ്ദിക്കുള്ളത്. വയറ്റിൽ വരുന്നവരെ ഭയങ്കര പ്രശ്നമായിരുന്നു. വയറ്റിലേന്ന് ഞാൻ പേടിച്ചിട്ട് 3 ബസ് പോട്ടേന്ന് വിചാരിച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞ് 4ാമത് ഒരു ആലപ്പുഴ ബസ് വന്നു. ഞങ്ങൾ കയറിയിരുന്നപ്പോഴേ തുടങ്ങി എൻ്റെ മൂക്കിലേക്ക് ചീത്ത മണം വരുക, എനിക്ക് ഛർദ്ദിക്കാൻ വരുവാന്നും പറഞ്ഞ് തുടങ്ങി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇവളുടെ കയ്യിലൊരു തൈലം ഇരിപ്പുണ്ടായിരുന്നു, അമ്മയുടെ ഉടമ്പടി തൈലം. ഞാൻ വേഗം എടുത്ത് അവിടെ മൂക്കിൻ്റെ 2 ദ്വാരത്തിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വരട്ടി, അമ്മയെ സമാധാനമായിട്ട് അവിടെ എത്തിക്കണം, ഈ കുഞ്ഞിങ്ങനെ കിടന്ന് വിഷമിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ, അത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവൾ സന്തോഷമായിട്ട് വണ്ടിയിലിരിക്കണം എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി അമ്മയുടെ മണം മാത്രമേ ഈ മൂക്കിലടിക്കാവുള്ളൂ, മറ്റൊരു മണവും ഈ കുഞ്ഞിനെ മൂക്കിലടിക്കരുതെന്നും പറഞ്ഞ് ഞാൻ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. ആ നിമിഷം തന്നെ ഈ കൊച്ചു പറഞ്ഞു, മമ്മി ഇപ്പോൾ ഒരു ചീത്ത മണവും മഞ്ഞില്ല, എനിക്ക് നല്ല മണമാണ് വന്നത്. അന്നേരം മുതൽ വളരെ കൂളായിട്ട് സന്തോഷത്തോടു കൂടി ഇവിടം വരെ ഞങ്ങൾ യാത്ര ചെയ്തു. ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല, ഭയങ്കര സന്തോഷമായിട്ട്. ഇത്രയും നാളായിട്ട് ഈ കൊച്ചു ഇത്രയും യാത്ര ചെയ്തതിൽ ഇത്രയും സന്തോഷമായിട്ട് യാത്ര ചെയ്തത് ഈ വയറ്റിൽ മുതൽ ഇവിടം വരിക. അല്ലെങ്കിൽ കുറച്ച് ഒരു 5 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും പ്രശ്നമാവണയാ. അത്രയും വഴി വന്നിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ്. 3 മാസം കൂടുമ്പോൾ ഞാൻ പുതുക്കും. അപൂർവമായിട്ടൊക്കെ ഒരാഴ്ചയൊക്കെ തെറ്റിപ്പോവുള്ളൂ. ഞാൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പിടിയരി, ഞാൻ ഒരു പിടിയരി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ വെച്ചിട്ട് അത് കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാരിറ്റിയിലേക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് ഞാൻ വീട് കയറി ബോക്സിൽ പണം ശേഖരിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരേപോലെ അല്ല ചെയ്യാറ്. ഫുഡ് കൊടുക്കേണ്ടവർക്ക് ഫുഡ് കൊടുക്കും. ഓരോ പ്രാവശ്യം വ്യത്യസ്ത രീതിയിലാണ് ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈസയുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ കയ്യിലുള്ളതുപോലെ അങ്ങനെ സഹായിക്കാറുണ്ട്. അങ്ങനെ വസ്ത്രം കൊടുക്കേണ്ടവർക്ക് വസ്ത്രമായിട്ടും അങ്ങനെയൊക്കെ ആണ് എൻ്റെ കാരുണ്യ പ്രവൃത്തി. ആത്മീയമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കും,
ദൈവം എന്നെ ഈ മകളുടെ രോഗത്തിലൂടെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും തീഷ്ണതയോടുകൂടി എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എനിക്ക് മക്കളായിരുന്നു എല്ലാം. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ദൈവം കഴിഞ്ഞിട്ടുള്ളൂ, എൻ്റെ പിതാവ് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് മറ്റാരും. മക്കളെയൊക്കെ മറ്റെല്ലാം എനിക്ക് 2ാം സ്ഥാനത്തുള്ളൂ. ഈ ലോകരാജ്യത്തിന് അടിമയാർന്ന് എന്നെ ദൈവരാജ്യത്തിന് അവകാശിയായി തീർത്താണ് എൻ്റെ ഈ ഉടമ്പടി. അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എന്നെ ഇങ്ങോട്ട് വിളിച്ചതിന്. ഈ മകളുടെ രോഗം വന്നതിന് ഞാൻ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. കാരണം നന്ദി പറയാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ദൈവരാജ്യത്തെക്കുറിച്ച് സങ്കല്പിക്കാനേ പറ്റില്ലായിരുന്നു. കാരണം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ നമ്മൾ അത്രയും തീഷ്ണമായിട്ട് ദൈവത്തെ സ്നേഹിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഇത്ര എല്ലാ അനുഗ്രഹങ്ങളും എനിക്കും കുടുംബത്തിനും എല്ലാവർക്കും നൽകിയതിനും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്, രോഗസൗഖ്യങ്ങളും എല്ലാം. എല്ലാത്തിനും നന്ദി. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വചനമാണ്. ഗനസ്രത്ത് തടാകത്തിൽ രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും ഫലം കിട്ടാതെ വിഷമിച്ച് നിരാശയും ക്ഷീണവും ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് ഈശോ പറഞ്ഞപ്പോൾ ഈശോയുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ശിമയോൻ വലയിറക്കുകയാണ്. മീനില്ലാത്ത കടലിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ഒരാഹ്വാനമാണ് ഈശോ നൽകിയത്. മനുഷ്യശ്രമം പരാജയപ്പെടുമ്പോൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇല്ലാത്തെന്ന് തോന്നുന്നത്, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ്. ആ ദൈവാനുഭവമാണ് നമുക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. എൻ്റെ വചനം നിങ്ങൾ പാലിച്ചാൽ ഇഷ്ടമുള്ളത് ചോദിക്ക്, നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനം പറയുന്നത്. മനുഷ്യന് അസാധ്യമായ രക്ഷാകര പദ്ധതികൾ ദൈവം ഉടമ്പടിയിൽ കൂടിയാണ് ചെയ്യുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വചനം പറയുന്നത്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അധ്വാനിച്ചിട്ടും ഫലമൊന്നും കിട്ടാതെ വരുമ്പോൾ, നിരാശയിലും ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ, രോഗരാജ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാതെ ആവാതെ നിൽക്കുമ്പോൾ, ഉടമ്പടിയിൽ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമുക്ക് ഉറപ്പ് നൽകുന്നത് ദൈവകൃപ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഐസയ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 18-ാം വചനം പറയുന്നത്, ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും, അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാക്കുമെന്നാണ്. പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ അല്ലാതെ യാത്ര ചെയ്യുന്നുണ്ടാവാം. എങ്കിലും ആ കൂടെയില്ലാത്ത സമയത്തും നമ്മെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കുമെന്ന് പറയുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ പാടുവാൻ ഇടയാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ശരിയായ വഴിയിലൂടെ തിരിച്ചു കൊണ്ടുപോകുവാനും ആശ്വാസം നൽകാനും ദുഃഖത്തിലും ദുരിതത്തിലും കൂടെ നിൽക്കുവാനും നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലും എന്ത് പ്രശ്നങ്ങളിലും പരിഹാരം നൽകി നമ്മളെ അനുഗ്രഹിക്കുവാനുമുള്ള ഒരു കൃപയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൃപാസനത്തിലെത്തുന്നവരെ, ഉടമ്പടി മക്കളെ ആശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നാം എത്ര ദൂരെ പോയാലും നമ്മളെ കരം പിടിച്ച് തിരിച്ചു വിളിച്ച് ശരിയായ വഴിയിലൂടെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി ദൈവം. ഉടമ്പടിയിലൂടെ അമ്മയെ അനുഗ്രഹിക്കുന്ന സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. തെറ്റുകൾ ചെയ്താലും നിരാശപ്പെടാതെ നമുക്കൊരു ചാൻസും കൂടെ നൽകുന്ന, ഒരു അവസരം ഒരുക്കുന്ന, ദൈവത്തിലേക്ക് മടങ്ങുവാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ഹൃദയത്തിലെ മുറിവുകൾ മാത്രമല്ല, മനസ്സിലെ ദുഃഖങ്ങളും
ആത്മീയ ശക്തിയുമൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. മരീന ചെറിയാൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഈശോയുടെയും അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 10:20 പറയുന്ന പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലും കിട്ടില്ല, പ്രതീക്ഷയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മരീന ചെറിയാനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ നന്ദി, സ്വസ്ത്രം. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.